മിനിറ്റ്. പേടിക്കൊന്നും കണ്ട കേട്ടോ, കോളേജിലേക്കായിരിക്കുമല്ലോ. കോളേജിൽ നിന്ന് വരുന്ന വഴിയല്ലയോ? ഞങ്ങളൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. ആനി എന്നല്ലേ പേര്? ഞങ്ങള് ഇവിടെ തന്നെ ഉള്ളവരാ. ഞാൻ സന്തോഷ്, ഇവൻ സുരേഷ്, അവൻ രാജീവ്, ഇവൻ സുനിൽ. മോളുടെ ഇപ്പോഴത്തെ തന്തയുടെ പടത്തിൽ ഒരു ചാൻസ് വേണമല്ലോ, ഒപ്പിച്ച് തരാവോ? അളിയ, അത് ഇവള് വിചാരിച്ച നടക്കത്തില്ല. അവളുണ്ടല്ലോ ആ ഡോക്ടർ, അവള് വിചാരിച്ചാ മതിയാവും. അല്ല, അവരായാലും ഇവരായാലും ആ പരിഹാരക്ക് കണക്കല്ലേ, ഇവളായാലും മതി. അങ്ങനെ അങ്ങ് പോയാലോ? നമുക്ക് ആ തടാകത്തിന്റെ കരയിൽ കുറച്ചു നേരം കാണിച്ചോണ്ടല്ലോ. വാ പോവാം. തൽക്കാലം നീ കൊണ്ടുപോയിക്കോ, ഞങ്ങൾ പിന്നെ എടുത്തോളാം. സാരമില്ല, ഇതൊന്നും അത്ര കാര്യമല്ല. ലെസ്ലിക്കറിയോ, ഞാൻ ആകെ ഒറ്റപ്പെട്ടിരിക്കുക. ഇപ്പൊ മമ്മിക്ക് എന്നെ വേണ്ടാണ്ടായി. ഏയ്, അതൊക്കെ ആനിയുടെ തോന്നലുകളാ. ഇല്ല ലെസ്ലി, ഇന്ന് എന്റെ ബർത്ത്ഡേയാ. സാധാരണ മമ്മ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ തരുന്നതാ, അതുപോലെ മമ്മ മറന്നു. ഓ, ഇന്ന് ആനിയുടെ ബർത്ത്ഡേ അല്ലേ? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. ഞാൻ പോയിക്കോട്ടെ ലെസ്ലി. ഓക്കെ, സീ യു ആനി. സീ യു, ബൈ. മമ്മ, നന്നായിട്ടുണ്ടല്ലേ ഡ്രസ്? ആരാ ഇത് സെലക്ട് ചെയ്ത്? മമ്മിയാ? അല്ല, നിന്റെ അങ്കിൾ. മോളെ, ഞാനെന്ന് പറഞ്ഞാൽ നീ അനുസരിക്കണം. അങ്കിള് നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? എന്നിട്ട് നീന്ന് അദ്ദേഹത്തിന് അത് വല്ലാതെ ഫീൽ ചെയ്തു. നീ അങ്ങനെ ചെയ്യരുതായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണെന്ന കാര്യം ഞാൻ മറന്നുപോയിരുന്നു. എല്ലാം നിന്റെ അങ്കിള് തന്നെയായിരുന്നു ഒരുക്കിയിരുന്നത്. അദ്ദേഹത്തിന് നിന്നെ എന്ത് ഇഷ്ടമാണെന്ന് അറിയോ? എന്നിട്ടും അനി, നീ ചെന്ന് മാപ്പ് പറയണം. ചെല്ലേ. എന്താ മോളെ? ഐ എം സോറി അങ്കിൾ. എന്തിന്? പാർട്ടി ടൈമിൽ അങ്കിളിനോട് ഞാൻ. അതിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? അങ്കിൾ അല്ലാതെ പിന്നെ ആരാ ഇതൊക്കെ ചെയ്യാനുള്ളത്? അല്ല അങ്കിൾ, അല്പമെങ്കിലും അകലമുള്ളവർക്കിടയിലെ ഫോർമാലിറ്റി, നമുക്കിടയിൽ അത് വേണ്ട. എന്നാലും ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇതെന്താ മാലയ്ക്ക് മുഖമില്ലാത്തത്? വളരെ പ്രത്യേകതയുള്ള മുഖമാണ് ഈ മാലാഹയുടേത്. ഈ മാലയുടെ പേരെന്താ? മാലാഹയുടെ പേര് അത് പിന്നീട് ഒരിക്കൽ പറഞ്ഞുതരാം, പോരെ? ആ, മോൾ എങ്ങനെയാ കോളേജിൽ പോകുന്നത്? ബസ്സിലാ. അല്ലെങ്കിൽ ഇനി അത് വേണ്ട, ഞാൻ പോകുമ്പോ ഒരുമിച്ച് പോകാം. വേണ്ട അങ്കിൾ. നോ, ഇനി അങ്കിൾ പറയുന്നു, മോൾ അനുസരിക്കുന്നു. ഓക്കെ? ഓക്കെ. ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ ആനി. ഹായ് അങ്കിൾ. ഗെറ്റ് ഇൻസൈഡ്. നമുക്ക് റൗണ്ട് എടുത്ത് വീട്ടിലേക്ക് പോകാം. കം ഓൺ. ഓക്കെ. Come on, yeah. Take. Okay, okay.
അങ്കിൾ ആ ഏഞ്ചലിന്റെ കഥ പിന്നീട് പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ആ ഏഞ്ചലിന് എന്താ അങ്കിൾ മുഖം ഇല്ലാത്തത്? അതിന് മുഖം കൊടുക്കണം, പക്ഷേ അതിനു മുമ്പ് ഒരു കഥ പൂർത്തിയാക്കാനുണ്ട്. ഓ, അപ്പൊ സിനിമയാണോ ഏഞ്ചലിനെ കുറിച്ച്? നോ, ഇറ്റ്സ് അബൌട്ട് ലൈഫ്. ലൈഫ്? യെസ്, ആരോടും പറയാത്ത കഥ. നീ ഇത് കേൾക്കണം, കേൾക്കില്ലേ? ഒരിക്കൽ ആകാശത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ഒരു മാലാഖ ഇറങ്ങി വന്നു ഭൂമിയിൽ അവളെ സ്നേഹിക്കുന്ന ഒരാളുടെ അടുത്തേക്ക്. എന്നിട്ട് അവനെ കൊണ്ട് അവൾ പഹാറി പറഞ്ഞു. ഈ ഭൂമി മുഴുവൻ അവൾ അവന്റെ ചിറകുകളായി. പക്ഷെ മോഹങ്ങൾ മാത്രം ബാക്കിയാക്കി അവൾ യാത്രയായി, ഒരിക്കലും തിരിച്ചു വരാത്ത മറ്റേതോ ലോകത്തേക്ക്. അങ്കിൾ, അങ്കിൾ, I'm all right. എന്ത് പറ്റി? പറഞ്ഞേ, I'm all right. നമുക്ക് പോകാം അങ്കിൾ. ഓക്കേ. നിനക്ക് ബോറടിക്കില്ലെങ്കിൽ ശാന്തമായ മറ്റൊരിടത്തേക്ക് പോകാം. I want it. Please. വരാം അങ്കിൾ. Come on. ഇനി നമുക്കൊരിടത്തേക്ക് പോകാം. പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്നവരിടം. എനിക്ക് ഞാനത് കാണിച്ചു തരാം. Come on. Come on. എത്ര ശാന്തമായ ഇടം അല്ലേ? എന്റെ കൃതികൾക്ക് ഞാൻ കണ്ടെടുക്കുന്നതെല്ലാം എനിക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. നേരെ ഒരുപാടായി, നമുക്ക് പോകാം. നോ, നീ ഇതൊക്കെ കാണണം. കമോൺ, വാ. സോറി അനി, ഐ ആം റിയലി സോറി. നിനക്ക് വേദനിച്ചോ? ഇവിടെ കാണട്ടെ. ഇറ്റ്സ് ഓൾ റൈറ്റ് അങ്കിൾ, നമുക്ക് പോകാം. ഓക്കെ, വാ. കമോൺ. നിക്ക്, ഞാൻ വരാം. പതുക്കെ നോക്കി. സ്ലോലി. സൂക്ഷിച്ച്. കാല്. Come on. പതുക്കെ. വേദനിക്കണ്ടോ നിനക്ക്? ഞാൻ പോയി എന്തെങ്കിലും പെയിൻ ബം കൊണ്ടുവരാം. കിടന്നോളൂ. എന്താ മോളെ, എന്താ വല്ലാതിരിക്കുന്നേ? നല്ല സുഖം തോന്നുന്നില്ല മമ്മ. പനിക്കുന്നുണ്ടല്ലോ. സാരമില്ല, മമ്മ മരുന്നെടുത്തു തരാം. മോള് വന്ന് വല്ലതും കഴിക്കേ. വേണ്ട മമ്മ, ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കട്ടെ, എന്നിട്ട് പോയി കിടന്നോളാം. മമ്മ പൊയ്ക്കോ, പൊയ്ക്കോ മമ്മ. ആനി വിളിച്ചില്ലേ? അവൾക്ക് പനിക്കുന്നുണ്ട്, ക്ഷീണം കൊണ്ടായിരിക്കും. ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് മരുന്ന് നിങ്ങൾ കൊടുത്തോ? കൊടുത്തു. പേടിക്കാനൊന്നുമില്ല. അത് പോരാ, സൂക്ഷിക്കണം. ഏതായാലും നാളെ അവളെ കോളേജിൽ അയക്കണ്ട. ഞാനൊരു ഡോക്ടറാണെന്ന കാര്യം വലിയ ഇടയ്ക്ക് മറന്നു പോകും. വേണ്ടത് വേണ്ട സമയത്ത് ചെയ്തോളാം, കേട്ടോ? ഓ